ഹായ്, ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാം. റീസണിങ്ങിൻ്റെ ഒരു ടോപ്പിക്കാണ്. മാത്സിൻ്റെ റീസണിങ്ങിൻ്റെ ഒരു ടോപ്പിക്കിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് സീരീസ് ടെസ്റ്റ് ഉണ്ട്. അതിനകത്ത് നമ്പർ സീരീസും വരാം, വേർഡ് സീരീസും വരാം. അപ്പോൾ ഈ കാണുന്ന പോലെ കണ്ടോ, ABCD വരെയുള്ള ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ എപ്പോഴും എഴുതുക. അപ്പോൾ ഈ വേർഡ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ A തൊട്ട് Z വരെ ഇങ്ങനെ എഴുതുക. എഴുതുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ബുക്ക് എഴുതാവും. എക്സാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളിതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ദെൻ 1 to 26 വരെ നമുക്കറിയാം. ABCD എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? ABCD Z വരെ 26 ആൽഫബറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഈക്വലായിട്ട് 13 വെച്ചിട്ട് ഇതേപോലെ ബുക്കിൽ എഴുതുക. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നതാ ഇതേ പാറ്റേണിലായിരിക്കും. നോക്കി, ACEG. അങ്ങനെയാണെങ്കിൽ അടുത്ത ലെറ്റർ മിസ്സിങ് ലെറ്റർ. അപ്പോൾ ഈ ലെറ്റേഴ്സ് തമ്മിലൊരു ബന്ധമുണ്ട്, ACEG. ഓക്കെ, ആ ബന്ധമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് വേണം നമുക്ക് അടുത്ത ലെറ്റർ എഴുതാൻ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എക്സാമിൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ട് കുറച്ച് ടഫ് ആയേക്കാം. ഓക്കെ, ശ്രദ്ധിച്ചു. ഓക്കെ, A കഴിഞ്ഞിട്ട് വന്നേക്കുന്ന ലെറ്റർ ഏതാ? C ആണ്. അതും ഈ നമ്പറുമായിട്ട് നിങ്ങളിപ്പം റിലേറ്റ് ചെയ്യേണ്ട. ഒക്കെ 1, 2, 3 എഴുതിയിരിക്കുന്നത് അത് ജസ്റ്റ് എഴുതി വെക്കുക. അങ്ങനെ ഈ ക്വസ്റ്റ്യനും അതുമായിട്ട് ഇപ്പോൾ ആ നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ട. റിലേറ്റ് ചെയ്യാൻ ടൈം വരിക, ഞാൻ പറയാം. ഓക്കെ, ഇതിപ്പോൾ നോക്കി, A കഴിഞ്ഞ് C കഴിഞ്ഞ് E കഴിഞ്ഞ് G, ദെൻ അടുത്ത ലെറ്ററാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, A കഴിഞ്ഞ് വന്നേക്കുന്നത് ഏതാ വന്നേക്കുന്നത്? A കഴിഞ്ഞ് C ആ വന്നേക്കുന്നത്. C കഴിഞ്ഞിട്ടോ E ആ വന്നേക്കുന്നത്. ദെൻ E കഴിഞ്ഞിട്ടോ G ആണ് വന്നേക്കുന്നത്. ഇവിടെ എല്ലാം ഇടയ്ക്ക് ഒരു ആൽഫബറ്റ് വിട്ടേക്കുമല്ലേ? A കഴിഞ്ഞ് B വിട്ടു ആണോ? C കഴിഞ്ഞിട്ട് D കഴിഞ്ഞ് 1 കഴിഞ്ഞിട്ട് അടുത്തതാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ E കഴിഞ്ഞിട്ട് അടുത്ത ഏതാ? F കഴിഞ്ഞിട്ട് ഒരു ആൽഫബറ്റ് കഴിഞ്ഞിട്ട് 1 കൂട്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത് ആണോ? അങ്ങനെ സ്വാഭാവികമായിട്ടും G കഴിഞ്ഞിട്ട് ഏതാ വരണ്ടേ? G കഴിഞ്ഞിട്ട് ഏത് വരണം? I അല്ലേ വരണ്ടേ? കാരണം നമ്മൾ ഒരു ആൽഫബറ്റ് വിട്ടല്ല എഴുതിയിരിക്കുന്നത്. അപ്പം ആൻസർ ഏതാ ഇവിടെ വരേണ്ട? ആൻസർ ഏതാ? I ആണ് ആൻസർ. ഓക്കെ, ഇവിടെ ഈ 1 വിട്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഈ 1ന് പകരം ചിലപ്പോൾ 2 ആവാം. ചിലപ്പോൾ A കഴിഞ്ഞിട്ട് വരുന്നത്, ഫോർ എക്സാമ്പിൾ നോക്കി, ചിലപ്പോൾ A കഴിഞ്ഞിട്ട് നമ്മൾ Bയും Cയും വിട്ടിട്ട് എന്ത് എഴുതും? B ആയിരിക്കും ക്വസ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ D കഴിഞ്ഞിട്ട് അടുത്ത 2 ആൽഫബറ്റ് വിടും. Dയും Eയും കഴിഞ്ഞിട്ട് ഏതെഴുതും? F എഴുതും ആണോ? ഇനി F കഴിഞ്ഞിട്ട് വീണ്ടും 2 എണ്ണം വിട്ടിട്ട് അടുത്ത് ഏതെഴുതും? I എഴുതും. അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലെറ്റർ വിട്ടു. A കഴിഞ്ഞിട്ട് B വിട്ടിട്ട് Bയുടെ കൂടെ 1, Aയുടെ കൂടെ 1 കൂട്ടി 2 കൂട്ടിയിട്ട് Cയുടെ കൂടെ 2 കൂട്ടിയിട്ട് E, അങ്ങനെ പോയേക്കുന്നത് ആണോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ എഴുതുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ 2 തട്ടായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സീരീസിൽ നിന്ന് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. റീസണിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ വേർഡ് സീരീസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ റിലേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, A Z B Y C X. അങ്ങനെ അടുത്ത ഏതായിരിക്കും? ഇത് തമ്മിൽ എങ്ങനെ റിലേഷൻ വന്നേക്കണം നോക്ക്. A കഴിഞ്ഞിട്ട് ഏത് ലെറ്ററാണ് വന്നേക്കുന്നത്? Aയുടെ കൂടെ Z. അടുത്ത ഏതാ? B ആണ്. Bയുടെ കൂടെ ഏതാ വന്നേക്കുന്നത്? Y ആണോ? അടുത്ത Cയുടെ കൂടെ ഏതാ വന്നേക്കുന്നത്? X. അങ്ങനെയല്ലേ പോയേക്കുന്നത്? നോക്കി, A B C ആണോ? അടുത്ത പുറകോട്ട് ബാക്കിൽ നിന്നല്ലേ വന്നേക്കുന്നത്? Z കഴിഞ്ഞിട്ട് ഏതാ? Yക്ക് തൊട്ട് മുമ്പുള്ള ഏതാ? X ആണോ? അങ്ങനെയാണെങ്കിൽ C കഴിഞ്ഞ അടുത്ത ലെറ്റർ ഏതാ? D. Xന് തൊട്ട് മുമ്പുള്ള വരുന്ന ഏതാ? ഇവിടെ നോക്ക്, W ആണോ? ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. കണ്ടോ, ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? വരാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഒരു ക്വസ്റ്റ്യൻ ഈ പാറ്റേണിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ചിലപ്പോൾ നമ്മളെ നന്നായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കും. ചില സമയത്ത് നമ്മൾ സമയം മാക്സിമം കളയും. അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, അപ്പോൾ ഈ പാറ്റേൺ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. A കഴിഞ്ഞിട്ട് ഇങ്ങനെ 1, 2 ആൽഫബറ്റ് വിട്ടതിന് ശേഷമായിരിക്കും ചിലപ്പം എഴുതുന്നത്. ഓക്കെ ആണോ? 1, 2 ആൽഫബറ്റോ അല്ലെങ്കിൽ ഈ അടുത്ത ആൽഫബറ്റിൻ്റെ കൂടെ 1 കൂട്ടിയോ 2 കൂട്ടിയോ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് റഫ് വർക്ക് തരുന്ന പേപ്പർ ഉണ്ടല്ലോ, റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പറിനകത്ത് A തൊട്ട് Z വരെ എഴുതുക. ഓക്കെ, 1 തൊട്ട് 26 വരെ നോട്ട് ചെയ്യുക. ഈ 1 തൊട്ട് 26 വരെ നോട്ട് ചെയ്യുന്നതിന് പകരം നമുക്കൊരു വേറൊരു വഴിയുണ്ട്. നോക്കി, 5 കണ്ടോ, 10, 15, 20,
25. ആ ലെറ്റേഴ്സ് ഒന്ന് നോക്കിയേ. ഈ 5ാമത്തെ ഏതാ? ഈ 10 ഏതാ? ജെ. 15 ഏതാ? നോക്ക്. ഓ. 20 ഏതാ? ടി. 25 വൈ. ഇജോട്ടി എന്ന് പറയും. ഇജോട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ 5, 10, 15, 20, 25. ഇപ്പോൾ ഇജോട്ടി എന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പം അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5ാമത്തെ ലെറ്റർ ആണെങ്കിൽ തൊട്ടടുത്ത ലെറ്റർ ഏതാ? ഈ കഴിഞ്ഞ എഫ് അല്ലേ? F 6ാമത്തെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലെറ്റേഴ്സ് എഴുതിയിട്ട് നമുക്ക് പെട്ടെന്ന് സമയം കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഏത് ഓർത്ത് വെച്ചേക്കോ? ഇത് എഴുതി വെച്ചു 5, 10, 15, 20, 25 എഴുതിയാൽ മതി. അപ്പം അതിന് തൊട്ടുമ്പുറത്തുള്ളത് ഇപ്പം ഇക്ക് തൊട്ടിപ്പുറമുള്ള ഡി ആണ് നമുക്കറിയാം. ഈ 5 ആണെങ്കിൽ ഡി എത്ര ആയിരിക്കും? 4 ആയിരിക്കും. ആണോ? അപ്പം ഇങ്ങനെ ഓർത്ത് വെച്ചേക്കാം. ഇജോട്ടി EJOT വൈ. 1 തൊട്ട് 26 വരെ നോട്ട് ചെയ്ത് ഇതിനകത്ത് പിടിച്ചെഴുതാൻ സമയം കിട്ടിയിരുന്നുണ്ടെങ്കിൽ 5, 10, 15, 20, 25 വരെ എഴുതുക. ഇപ്പം വൈ 25 ആണെന്നുണ്ടെങ്കിൽ Z 26 നമുക്ക് അറിഞ്ഞൂടെ? എക്സ് അതിന് തൊട്ട് മുമ്പുള്ളത് 24 ഊഹിച്ചൂടെ? നമുക്ക് ഇതിനകത്ത് നോക്കി അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് റഫ് വർക്ക് ചെയ്യുന്നിടത്ത് ഇതേപോലെ എഴുതുമ്പോൾ എങ്ങനെ എഴുതാമോ? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തേ എഴുതാമോ. ഓക്കെ ആണോ? ഇതിന് വേറൊരു വശം കൂടെ ഉണ്ട്. ഈ Z തൊട്ട് Z 1 എടുത്തിട്ട് 1, ബാക്കിലോട്ട് 2, ഇങ്ങനെ 3 എഴുതിയിട്ട് അവസാനം A26 വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ, തൽക്കാലം നമുക്ക് ഇത്രയും അത്ര സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പാറ്റേണിൽ പോകുന്ന ഡിഗ്രിയിലുള്ള എക്സാമിൻ്റെ അല്ലെങ്കിൽ +2ലുള്ള എക്സാമിൻ്റെ പാറ്റേണിൽ പോകുന്ന ക്വസ്റ്റ്യൻസ് അത്ര കട്ടിക്ക് വരത്തില്ല. ഇത് പക്ഷെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ദെൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പറയാമെന്ന് നോക്കി. ഇതിനകത്ത് കുറച്ചുകൂടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ടഫ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ പറഞ്ഞുതരാം. ഇങ്ങനെയും വരാം, ഇങ്ങനെ വേർഡ് സീരീസ് ആയിട്ട് വരാം. ഇതല്ലാതെ ക്വസ്റ്റ്യൻസ് നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പറയാം. നോക്കി, ഇൻ എ കോഡ് ലാംഗ്വേജ് RAMESH രമേഷ് എന്ന് നമുക്കിപ്പോൾ തൽക്കാലം വായിക്കാം. രമേഷ് ഈസ് റിട്ടൺ ആസ് HSEMAR. Then how will CREATE, how will T ആണത് be written in the same language. ഓക്കെ, അപ്പോൾ RAMESH എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോഡ് ലാംഗ്വേജിൽ എങ്ങനെ എഴുതാം? HSEMAR എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ CREATE ക്രിയേറ്റ് എന്നുള്ളത് ഈ കോഡ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കുറേ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, രമേഷ് എന്നുള്ളത് RAMESH. രമേഷ് എങ്ങനെ എഴുതിയിരിക്കുന്നത്? HSEMAR. കണ്ടോ? ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും ചെയ്തേക്കുന്നത്? എന്താ ആ ഒരു ലെറ്റേഴ്സ് തിരിച്ചല്ലേ എഴുതിയിരിക്കുന്നത്? നോക്കി, RAMESH എന്നുള്ളത് ആ വലത്തുനിന്ന് ഇടത്തോട്ടല്ലേ വന്നേക്കുന്നത്? നോക്ക്, ഇവിടുന്ന് ഇത് നേരെ നമ്മൾ ഇങ്ങനെയല്ലേ പോയിരിക്കുന്നത്. ഇവിടുന്ന് എങ്ങനെയാണ് വന്നേക്കുന്നത്? ഇവിടുന്ന് ഇടത്തോട്ടുള്ള ലെറ്റർ അല്ലേ അങ്ങോട്ട് വന്നേക്കുന്നത്. H വന്നു, പിന്നെ S വന്നു, പിന്നെ E വന്നു, പിന്നെ M വന്നു, പിന്നെ A വന്നു, ലാസ്റ്റ് R. അതായത് തുടക്കവും അവസാനത്തുള്ള ലെറ്റേഴ്സ് നോക്കി പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ രമേഷ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? അവസാനിക്കുന്ന ലെറ്റർ ആദ്യം വരും. Hലല്ലേ അവസാനിക്കുന്നത്. H വന്നു, അതിന് തൊട്ടും S വന്നു, ദെൻ E വന്നു, പിന്നെ M വന്നു, A വന്നു, R വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്രിയേറ്റ് എങ്ങനെ വരും? EAT. ക്രിയേറ്റ് എങ്ങനെ വരും? ആദ്യത്തെ അക്ഷരം ഏതായിരിക്കും? E വരും, ദെൻ ഏത് വരും? T വരും, T കഴിഞ്ഞിട്ടോ A വരും, E വരും, R വരും, C വരും അല്ലേ? നോക്ക്, ക്രിയേറ്റ് രമേഷ് എന്നുള്ളത് അവസാനിക്കുന്ന Hലാണ്. അവിടുന്ന് ഇത് വലത്തുനിന്ന് ഇടത്തോട്ടാണ് ആൻസർ എഴുതിയിരിക്കുന്നത് അല്ലേ? നോക്ക്, HSEMAR. അതൊരു ക്രിയേറ്റ് എഴുതിയിരിക്കുന്നത് അവസാനിക്കുന്ന ഇയിലല്ലേ? അവിടുന്ന് ഇടത്തോട്ട് തന്നെ എഴുതുക. എങ്ങനെ വരും? ETAERC. ഇങ്ങനെയാണ് നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരുന്നത്? H അവസാനിക്കുന്ന R അല്ലേ? അതുകൊണ്ട് ഓപ്ഷനകത്ത് നമുക്ക് ക്രിയേറ്റിൻ്റെ അവസാനിക്കുന്ന എങ്ങനെ ആയിരിക്കും?
സോറി ക്രിയേറ്റിൻ്റെ കോഡ് എങ്ങനെയായിരിക്കും, തുടങ്ങുന്ന ഇയിലായിരിക്കും അവസാനിക്കുന്ന സിയിലും ആയിരിക്കും. നോക്കിയാൽ പോലെ അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. അപ്പം ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കും. എല്ലാ എക്സാമിനും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഏത് എക്സാം എന്നുള്ള വേർതിരിവില്ലാതെ ഡെഫിനറ്റ് ആയിട്ട് എല്ലാ എക്സാംസിനും റീസണിങ്ങിൻ്റെ പാർട്ടിയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ വേർഡ് സീരീസിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ട്, നോക്കാം, കുറച്ചുകൂടി ടഫായിട്ടുള്ളത്. ഇൻ എ സെർട്ടൺ ലാംഗ്വേജ്, in a code language, trend, T-R-E-N-D, trend is written as U-S-F-O-E. Okay, then how will entry, E-N-T-R-Y, entry be written? എങ്ങനെ എൻട്രി എന്ന് പറയുന്നത് എഴുതുന്നു? ഓക്കെ, നോക്കി ക്വസ്റ്റ്യൻ എങ്ങനെ, ട്രെൻഡ് എന്നുള്ളത് എങ്ങനെ നമ്മൾ എഴുതിയിരിക്കുന്നത്? ട്രെൻഡ് ക്യാൻ ബി TREND, ട്രെൻഡ് എങ്ങനെ എഴുതിയിരിക്കുന്നത്? U-S-F-O-E. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി കാണുമ്പോൾ ഉണ്ടല്ലോ, ഒന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ താഴെ ഒന്ന് എഴുതി നോക്കുക പെട്ടെന്ന്. ഇത് വിത്തിൻ സെക്കൻഡ്സ്. സ്പീഡ് മാത്സിനെ സംബന്ധിച്ചുള്ള സ്പീഡാണ്. നമ്മൾ പഠിച്ചു വരുന്നത് നമുക്ക് നമ്മുടെ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് കഴിയുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് നമ്മൾ ചെയ്യും ഉറപ്പായിട്ടും. ഒരു 10-40-50 സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാം, മാക്സിമം അത്രയും ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സമയം ലാഭിക്കാനാണ് മാക്സിമം ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഇടാൻ അതിൻ്റെ കൂടെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, എന്നാലേ നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. അപ്പോൾ നോക്കി, ട്രെൻഡ് എങ്ങനെ എഴുതിയിരിക്കുന്നത്? USFOE. ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? നോക്ക്, എന്തെങ്കിലും റിലേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ABCD വരുമ്പോൾ STU അല്ലേ? T കഴിഞ്ഞിട്ടുള്ള ലെറ്റർ അല്ലേ U? R കഴിഞ്ഞിട്ടല്ലേ S വന്നേക്കുന്നത്? E കഴിഞ്ഞിട്ടല്ലേ F എഴുതുന്നത്? N കഴിഞ്ഞിട്ടല്ലേ O വരുന്നത്? ABCD കഴിഞ്ഞിട്ടല്ലേ E വരുന്നത്? ആണോ? നോക്ക്, അങ്ങനെ ഒരു ഇതിലെ നെക്സ്റ്റ് ലെറ്റർ അല്ലേ എഴുതിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നിരത്തി എഴുതുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എൻട്രി എങ്ങനെ എഴുതാം നമുക്ക്? ENTRY. E കഴിഞ്ഞിട്ട് ലെറ്റർ ഏതാ? F. N കഴിഞ്ഞിട്ടോ MNO. T കഴിഞ്ഞിട്ടോ STU. U അല്ലേ T കഴിഞ്ഞ് വരുന്നത്? U. R കഴിഞ്ഞിട്ടോ S. Y കഴിഞ്ഞിട്ടോ Z. ആണോ? അപ്പോൾ ഈ ഓരോ ലെറ്ററും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഓരോ റിലേഷൻ ഉണ്ടാവും. ആണോ? അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം, പല പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരാം. അപ്പോൾ ഇത് ഒരുപാട് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മാറി തിരിഞ്ഞ് വിടുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് മാക്സിമം നല്ല ടഫായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. If CAT can be written as 24, okay, and BAT can be written as 23, then how will RAT be written in the same language? ഓക്കെ, ഇത് നമുക്ക് ഇത്തിരി ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ക്യാറ്റ് എന്ന് പറയുന്നത് ക്യാറ്റ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത്? 24. ബാറ്റ് എങ്ങനെ? 23. അങ്ങനെയെങ്കിൽ റാറ്റ് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇതൊന്നും പെട്ടെന്നൊന്നും പോകത്തില്ല. പെട്ടെന്നൊരു കിളി പോകുന്ന ഒരു സൗണ്ടേ കേൾക്കാൻ പറ്റും. നോക്കി, ക്യാറ്റ് എന്ന് പറയുന്നത് 24, ഒരു രീതിയിൽ ലോജിക്ക് വർക്കൗട്ട് ചെയ്തില്ല. ബാറ്റ് എന്ന് പറയുന്നത് 23, അങ്ങനെയാണെങ്കിൽ റാറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒന്നും കത്തത്തില്ല. ക്യാറ്റ് 24 ആണെങ്കിൽ ബാറ്റ് 23, അങ്ങനെയാണെങ്കിൽ ഒന്ന് കുറയോ ഒന്ന് കൂടുമോ, അങ്ങനെയാണെങ്കിൽ 22 23 അങ്ങനെയൊക്കെ ആലോചിച്ചു പോകും. അങ്ങനെയൊന്നുമല്ല
ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ ആൽഫബറ്റിൻ്റെ നമ്പർ തമ്മിൽ കൂട്ടിയതായിരിക്കും. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ എന്ന് പറയുന്നത് എത്രാമത്തെ ആൽഫബറ്റാ? 1. സി എന്ന് പറയുന്നത് എത്രാമത്തെ ആൽഫബറ്റാ? 3. ആണോ? ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടി എന്ന് പറയുന്നത് എത്രാമത്തെ ആൽഫബറ്റാ? 20ാമത്തെ. ആണോ? ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കത്തിൽ എന്ത് പറഞ്ഞേ? നോക്കി, സി 3, എ 1, ടി എത്ര? 20. ഇജോട്ടി പറഞ്ഞ ഓർമ്മയുണ്ടോ? ആണോ? ഈ ടി ഈ ക്യാറ്റല്ലേ നമ്മൾ കൂടെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഏതാ? ക്യാറ്റല്ലേ? നോക്ക്, സി എത്രാമത്തെ? 1, സോറി, സി 3ാമത്തെ ആൽഫബറ്റ്, എ 1ാമത്തെ ആൽഫബറ്റ്, ടി എത്ര? 20. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പം 20 പ്ലസ് 1 പ്ലസ് 3 എത്ര വരും? 24. ആണോ? മനസ്സിലായോ? അടുത്ത ഏതാ വന്നേക്കുന്നത്? ബാറ്റ് അല്ലേ? ബാറ്റ്. ബി എത്ര? 2, എ 1. ബി എത്രാമത്തെ ആൽഫബറ്റ്? 2ാമത്തെ. നോക്ക്, 2. എ എത്രാമത്തെ? 1ാമത്തെ. ടിയോ? 20ാമത്തെ. 20 എത്ര വരും? 20 പ്ലസ് 1, 21, 2, 20. ആണോ? അങ്ങനെയാണെങ്കിൽ റാറ്റ് ഏതാണെന്നല്ലേ ചോദ്യം വന്നേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ റാറ്റ് എങ്ങനെ എഴുതുന്ന ചോദ്യം. നോക്ക്, റാറ്റ് RAT. ആറ് എത്രാമത്തെയാ? നോക്ക്, 18ാമത്തെ. ആണോ? 18 പ്ലസ് എ എത്ര? 1 പ്ലസ് ടി എത്ര? 20. 20 അല്ലേ? ഇജോട്ടി ഓർത്തിരുന്നാൽ പോരെ? അപ്പോൾ എത്ര വരും? പറ. 18 1 19. എത്ര വരും? 19 20 എത്ര? 19 20 എത്ര? 39. ആണോ? അപ്പോൾ എൻ്റെ ആൻസർ എത്ര? 39. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റാറ്റിൻ്റെ ആൻസർ എങ്ങനെ വരും? റാറ്റ് എങ്ങനെ എഴുതാം നമുക്ക്? 39. കാരണം 6 എത്ര? 18 പ്ലസ് 1 പ്ലസ് 20. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? ഉറപ്പായിട്ടും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റിന് നേരെയുള്ള നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയതായിരിക്കും. ഇതാണ് ഇതിനകത്ത് നിന്ന് വരാവുന്ന ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും ടഫായിട്ട് ഇതിന് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം ഇതാണ്. ഓക്കെ, ഇതാണ് ആൽഫബറ്റ് സീരീസുമായിട്ട് ബന്ധപ്പെടുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഇനി കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, നിങ്ങളത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഈ ഭാഗത്തു നിന്ന് ഉണ്ടാവും, ഷുവറായിട്ടും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.